എന്റെ ഈ ബാക്കിൽ കാണുന്നത് ഒരു ഹോസ്പിറ്റലാണ്. അപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ഹോസ്പിറ്റലുകളുണ്ടോ? അപ്പൊ മുമ്പ് നമ്മൾ കുറെ വീഡിയോകളിൽ ചെയ്തിരുന്നു ഇതുപോലുള്ള നല്ല ഭംഗിയുള്ള ഹോസ്പിറ്റല്. അപ്പൊ ഇന്ന് നമ്മൾ നിൽക്കുന്നത് അത്തിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താട്ടോ. നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. സിയാബ് എനിക്ക് ഇഷ്ടപ്പെട്ടോ സ്ഥലം? ഒക്കെ നമ്മളെ നാട്ടിലുള്ള സ്ഥലങ്ങളാട്ടോ. ഉപ്പട്ടി, അത്തിക്കുന്ന്, നെല്ലിയാളം, ഇങ്ങനെ റാക്കൂട്, അതിന്റെ ഒക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ അത്തിക്കുന്നിന്റെ നല്ല അടിപൊളി കാഴ്ചകളാണ്. അപ്പൊ നമുക്ക് വീഡിയോ കാണാം. ഈ അത്തിക്കുന്ന് എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടില് നീലഗിരി ജില്ലയിലെ ഗൂഡല്ലൂരടുത്ത് നെല്ലിയാളം പഞ്ചായത്തിൽപ്പെട്ട സ്ഥലമാണ്. ഉപ്പട്ടി എന്ന് പറയുന്ന സ്ഥലത്തിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു എസ്റ്റേറ്റ് ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഈ ഭാഗമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. ഈ കാണുന്ന ലൈൻസിലൊക്കെ ഇപ്പൊ ഏകദേശം ആസാം, ബംഗാള്, ജാർഖണ്ഡ് അങ്ങനെയുള്ള സ്ഥലത്തുള്ള ആളുകളാണ് താമസിക്കുന്നത്. ഇവിടെ പഴയ ആളുകളൊക്കെ ഇവിടുന്നൊക്കെ ഒഴിഞ്ഞു പോയി തുടങ്ങി. ഇവിടുത്തെ വിവരങ്ങളൊക്കെ ബോർഡുകളായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ മസ്റ്റർ പോകുന്ന റോഡ്, അതുപോലെ തന്നെ ഫാക്ടറി, ഓഫീസ്, അതുപോലെ തന്നെ വേറെ മസ്റ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ റോഡ് പോയി കഴിഞ്ഞാല് മസ്റ്റർ ഭാഗത്തേക്കാണ് പോവുക. അതുപോലെ തന്നെ ഇതും ഒരു മസ്റ്ററിന്റെ അടുത്തേക്കാണ് പോകുന്നത്. ഇത് ഫാക്ടറിയിലേക്ക് പോകുന്ന റോഡാണ്. അത്തിക്കുന്നിന്റെ മറ്റൊരു പ്രത്യേകത, ഇവിടെ ATK എന്ന് പറഞ്ഞിട്ടൊരു ചായപ്പൊടി ഉണ്ട്. അത് ഏത് ക്ലൈമറ്റിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചായപ്പൊടി കേട്ടോ. അത് കണ്ടുപിടിച്ചത് ഇവിടെയാണ്. ATK എന്ന് പറഞ്ഞാൽ അത്തിക്കുന്നിന്റെ ഒരു ചുരുക്കാണ് ATK എന്ന് പറയുന്നത്. അവിടെ നല്ല ഏറ്റവും മുന്തിയ ഇതിനൊരു ക്വാളിറ്റി ചായപ്പൊടി ഉള്ളത് അത്തിക്കുന്നിന്റെ ഫാക്ടറിയിലെ ഒരു ചായപ്പൊടി കേട്ടോ. ഈ കാണുന്നത് സ്റ്റാഫുകൾക്കുള്ള ക്ലബ്ബാട്ടോ. പിന്നെ ഈ റോഡ് പോയി കഴിഞ്ഞാല് ഇവിടെയുള്ള മാനേജർമാര്, അവർക്കൊക്കെ ഉള്ള ക്വാർട്ടേഴ്സ് കാര്യങ്ങളാണുള്ളത്. ഇത് ഇവിടെയുള്ള വളം സൂക്ഷിക്കുന്ന, ഈ എസ്റ്റേറ്റിലേക്കൊക്കെ വരുന്ന വളം സൂക്ഷിക്കുന്ന ഒരു ഷെഡാണ്. ഇതാ ഇവിടെ നമ്മളെ പഴയ പപ്പുവിന്റെ ഒരു റോഡ് റോളറൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഇപ്പൊ ഏകദേശം എടുത്തു പോയില്ലേ ഈ സംഭവങ്ങളൊക്കെ. ഇപ്പൊക്കെ മെഷീൻ വർക്കൊക്കെ ആയതുകൊണ്ട് ഈ സംഭവം ഒന്നും ഇപ്പൊ ഇവിടെ കാണാനില്ല. ഇതൊക്കെ എസ്റ്റേറ്റിന് കീഴിൽ റോഡ് റെഡിയാക്കാൻ വരുന്ന അവരുടെ പ്രൈവറ്റ് വണ്ടി ആയിരിക്കും. ഇതാണ് ഇവിടുത്തെ മസ്റ്റർ. മസ്റ്റർ എന്ന് പറഞ്ഞാല് മാസാകുന്ന സമയത്ത് നമുക്ക് ഇവിടെയുള്ള തൊഴിലാളികൾക്ക് മാസവേതനം കൊടുക്കുന്ന സ്ഥലം. ഇന്നിപ്പോ ഒക്കെ ഓൺലൈനിൽ വഴി നമ്മൾ അക്കൗണ്ടിലേക്ക് ചേരുമല്ലേ. ഈ തേയില എസ്റ്റേറ്റ് മേഖലകൾ കാണാന് പ്രത്യേക ഒരു ഭംഗിയാണ്. അവിടെയുള്ള കെട്ടിടങ്ങൾക്കും അവിടെയുള്ള ഒരു ഭൂപ്രകൃതിന്റെ ഒരു പ്രത്യേക ഭംഗി. ഈ കാണുന്നത് ഒരു അംഗനവാടി കേട്ടോ. കുട്ടികളൊക്കെ ഉണ്ടാക്കുന്ന ഒരു അംഗനവാടിയാണ്. അതിന്റെ ഉള്ളിൽ കുട്ടികളുണ്ട്, ചെരുപ്പൊക്കെ കാണുന്നുണ്ട് അവിടെ. ഈ കാണുന്നത് ഇവിടെയുള്ള ഒരു ചെറിയൊരു ക്ലിനിക്, ഹോസ്പിറ്റലാണ്. എസ്റ്റേറ്റ് തൊഴിലാളികൾക്കുള്ള ക്ലിനിക്കാണ്. ഇതുപോലുള്ള ഓരോ എസ്റ്റേറ്റുകളും നോക്കുകയാണെങ്കിൽ അവിടെ ഓരോ ഹോസ്പിറ്റലുകൾ ഉണ്ടാവും കേട്ടോ. ഏത് എസ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ അവിടെ ഇതുപോലൊരു ഹോസ്പിറ്റൽ കെട്ടിടമുണ്ടാവും. അവിടെ താമസിക്കുന്ന അവിടെയുള്ള ജോലിക്കാർ, ലൈൻസിൽ പാടികളിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് അല്ല അത്യാവശ്യ മെഡിക്കൽ വിഭാഗം കാണുകയാണെങ്കിൽ ഇതുപോലുള്ള ക്ലിനിക്കിലേക്കാണ് അവർ കൊണ്ടുവരിക. അത്യാവശ്യ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും കേട്ടോ. ഈ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന സമയം ഇവിടെ ബോർഡിൽ ഇട്ടിട്ടുണ്ട്. രാവിലെ 7:30 മുതൽ 9:30 വരെ, അതുപോലെ തന്നെ വൈകുന്നേരം 3:30 മുതൽ 5:30 വരെ. നമ്മളൊക്കെ ഒരുപാട് ഇതുപോലുള്ള എസ്റ്റേറ്റ് ഹോസ്പിറ്റലൊക്കെ പല രോഗങ്ങളായിട്ട് കടന്നിട്ടുണ്ട് കേട്ടോ. ഷിയാബ് കടന്നിട്ടില്ലേ? ഒരുപാട്. നമ്മളൊക്കെ ബാക്കിയുള്ളവരൊക്കെ ഇന്ന് അത്തരം സൗകര്യങ്ങളൊന്നും ഇന്നില്ല കേട്ടോ ഹോസ്പിറ്റലുകളിൽ. ഇവിടെ ഒക്കെ ഒരുപാട് ലൈൻസുകൾ ഉണ്ട് കേട്ടോ. ഓരോ ലൈൻസിനും നമ്പറുകളാണ് ഇവിടെ ഉള്ളത്. 71ാമത്തെ ലൈൻസാണിത്. ഇവിടെയൊക്കെ മലയാളികളും തമിഴന്മാരും ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത്. പക്ഷെ ഇന്നിപ്പോ ഏകദേശം നോക്കുകയാണെങ്കിൽ എല്ലാ ലൈൻസുകളിലും ബംഗാളികളും ജാർഖണ്ഡ്, ആസാം ഇങ്ങനെയുള്ള അന്യസംസ്ഥാനക്കാരാണ് ഏകദേശം ഇന്ന് ഈ പാടികളിലൊക്കെ താമസിക്കുന്നത്. ഇവിടെയുള്ള ആളുകൾ തമിഴ്നാട്ടുകാർ സേലം, ചെന്നൈ, മധുര അങ്ങനെ പോയി. കേരളത്തിലുള്ള ആളുകൾ അങ്ങോട്ട് പോയി, കേരളത്തിന്റെ പല ഭാഗത്തേക്കും പോയി. അത്തിക്കുന്ന് ടീ വളരെ ഫേമസ് ആണ്. ഒരുപാട് ആളുകൾ കേട്ടിട്ടുണ്ടാവും അത്തിക്കുന്ന് ടീ എന്നുള്ളത്. അത്തിക്കുന്നിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്കാണ് ഇപ്പൊ നമ്മള് എത്തിച്ചേർന്നത്. ഇത് അത്തിക്കുന്ന് ഫാക്ടറിയുടെ ഭാഗങ്ങളാട്ടോ. ഇതൊരു ഓഫീസാണ്. അതുപോലെ തന്നെ ഈ കാണുന്നതാണ് അത്തിക്കുന്ന് ഫാക്ടറി. ഇതിന്റെ ഉള്ളിലേക്കും നമുക്ക് കയറാനുള്ള അലോഡില്ല, നമുക്ക് കയറാൻ പറ്റൂല. അത് അധികാരപ്പെട്ടവരോടൊക്കെ നമ്മൾ സമ്മതം ചോദിച്ചിട്ട് വേണം ഉള്ളിൽ കയറാൻ. നമുക്ക് സമ്മതം കിട്ടുകയാണെങ്കിൽ മറ്റൊരു വീഡിയോ നമുക്ക് ചെയ്യാം. ഒരുപാട് പാടികള് അത്തിക്കുന്ന് ഭാഗത്തുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് 23, 24, 25 അങ്ങനെയുള്ള ഒരു പാടികളാണ് ഈ ഭാഗത്ത് കാണുന്നത്. പാടികൾ എന്താണെന്ന് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്. എസ്റ്റേറ്റ് മേഖലകളിൽ
ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു താമസ സൗകര്യം, അതാണ് പാടി. അപ്പോൾ എല്ലാ വീഡിയോയിലും നമ്മളിങ്ങനെ പറയാറുണ്ട്, ഒരുപാട് ആളുകൾക്ക് പാടി എന്ന് പറഞ്ഞു, നമ്മളിവിടെ പാടി എന്നാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു പാടികളുള്ള ഒരു സെക്ഷൻ ഇവിടെ അവസാനിച്ചു. ചെറിയൊരു കോവില് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഉത്സവത്തിന് കൊണ്ടുപോകുന്ന തേര് കാര്യങ്ങളൊക്കെ. ഇതാണ് അത്തിക്കുന്ന് ഹൈസ്കൂള്. PUP സ്കൂളുണ്ട്, ഹൈസ്കൂളുണ്ട്. സ്കൂള് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.